SFIക്ക് പുതിയ നേതൃത്വം വരികയാണ്. PS സഞ്ജീവ് ആണ് പുതിയ സംസ്ഥാന സെക്രട്ടറി. M ശിവപ്രസാദ് സംസ്ഥാന പ്രസിഡന്റ്. 85 അംഗ സംസ്ഥാന കമ്മിറ്റിയും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, സഞ്ജീവ്, ശിവപ്രസാദ് അവരുടെയൊക്കെ തന്നെ പ്രൊഫൈല് സംബന്ധിച്ചും ഒപ്പം സമ്മേളനം പര്യവസാനിക്കുകയാണ്. അവസാന ദിവസം പുതുതായി കമ്മിറ്റിയിലേക്ക് വന്ന അംഗങ്ങൾ ഉൾപ്പെടെയുള്ള വാർത്ത. SFIക്ക് പുതിയ സംസ്ഥാന കമ്മിറ്റി ആയിരിക്കുകയാണ്. SFIയുടെ സംസ്ഥാന സമ്മേളനം അല്പസമയങ്ങൾക്കകം തന്നെ അവസാനിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ പ്രതിനിധി സമ്മേളനത്തിന് ശേഷം SFIയുടെ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭാരവാഹികൾ ഒരാൾ കണ്ണൂരിൽ നിന്നും ഒരാൾ ആലപ്പുഴയിൽ നിന്നുമാണ്. PS സഞ്ജീവാണ്, കണ്ണൂരിൽ നിന്നുള്ള PS സഞ്ജീവാണ് SFIയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറി. ആർഷോ ഒഴിവിലേക്കാണ് ഇപ്പോൾ PS സഞ്ജീവിനെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ K അനുശ്രീക്ക് പകരമായി M ശിവപ്രസാദ് ആലപ്പുഴ ചേപ്പാട് സ്വദേശിയാണ്. ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്നുള്ള ആളാണ് ഈ ശിവപ്രസാദിനെ സംസ്ഥാന പ്രസിഡന്റായും തിരഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ണൂരിലെ പാനൂർ സ്വദേശിയാണ് ഈ പറയുന്ന നമ്മുടെ PS സഞ്ജീവ് നേരത്തെ SFIയുടെ ഓഫീസ് സെക്രട്ടറിയൊക്കെ ആയിരുന്നു. രണ്ടും സംസ്ഥാന കമ്മിറ്റിയിൽ പുതുമുഖങ്ങളല്ല. അവർ കഴിഞ്ഞ കുറേ കാലമായി ഇങ്ങനെ പരിചയമുള്ള രണ്ടാളുകളാണ്. മാത്രമല്ല ഒരാൾ ആലപ്പുഴയിൽ നിന്നും ഒരാൾ തെക്ക് നിന്നും ഒരാൾ മധ്യകേരളത്തിൽ നിന്നും, മധ്യകേരളം എന്ന് പറയുമ്പോൾ ആലപ്പുഴ ഇങ്ങ് അറ്റം കിടക്കുന്ന ഒരു ജില്ല, അവിടെ നിന്നും ഒരാളെ അങ്ങ് കണ്ണൂരിൽ നിന്നും സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ പുതിയ രണ്ടുപേരും അനുശ്രീയും അതോടൊപ്പം തന്നെ ആർഷോയും ഒഴിഞ്ഞു. സംഭവബഹുലമായ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് ഈ രണ്ടുപേരും സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ കുറേ കാലമായി SFI കേട്ടിരുന്ന വലിയ തോതിലുള്ള ആരോപണങ്ങളുണ്ട്. മാത്രമല്ല റാഗിംഗ് കേസുകളിലടക്കം SFI പ്രതിനിധികൾ, SFIയുടെ പ്രവർത്തകരൊക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പല വിഷയങ്ങളും ഉണ്ടാകുന്നു. ചില വിഷയങ്ങളിലൊക്കെ ആരോപണം മാത്രമാണെന്ന് SFI പ്രതിരോധിക്കുമ്പോഴും വലിയ തോതിലുള്ള പ്രതിസന്ധി SFIക്ക് ഉണ്ടാകുന്ന ഘട്ടമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു പ്രശ്നമുണ്ട്. അതൊക്കെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. വലിയ വെല്ലുവിളിയാണ് തങ്ങൾക്ക് മുന്നിലുള്ളത് എന്നും അത് അതിജീവിക്കാൻ കഴിയുമെന്നും കൂട്ടായ പ്രവർത്തനം ഉണ്ടാകുമെന്നുമാണ് പുതിയ ഭാരവാഹികൾ എന്തായാലും പറഞ്ഞിരിക്കുന്നത്.